ശ്വേതാ മനോന്റെ വിജയം 100% അർഹതയുണ്ട്. കാരണം she fought and won. No, I didn't fight. I kept quiet and I won. No, it's a fight. You have to accept it. It's a fight. It's a fight. You have won the game with fight. അതായത് ഒരു സീറ്റ് ഒരു പുരുഷൻ മാറി തന്നിട്ട് അവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഫൈറ്റ്. യു ഗോട്ട് ഇറ്റ് ആഫ്റ്റർ യുവർ ഫൈറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ വളരെ സന്തോഷം. ഞാൻ എന്നും നമ്മളെല്ലാവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ അമ്മയാണ്. ഇപ്പൊ എന്റെ പ്രോഗ്രാംസ് പറയുന്നുണ്ട്. ആ പ്രോഗ്രാംസ് മുഴുവൻ ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ ശ്വേതയുടെയും ടീമിന്റെ ഒപ്പം ഉണ്ടാവും. ചേട്ടാ, അതെ, മുന്നോട്ടുള്ള കാര്യങ്ങൾ വലിയ തർക്കങ്ങളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നത്. പുറത്തു വരുന്ന വാർത്തകളൊക്കെ അങ്ങനെയായിരുന്നു. മെമ്മറി കാർഡിനെ ചൊല്ലി തർക്കം, അതിനിടെ കേസ് കൊടുക്കുന്നു. ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇനി പരിഹരിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഇതിന്റെയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഒബ്വിയസ്ലി നമ്മളെല്ലാം സോൾവ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളെല്ലാവരും സന്തോഷിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ആൻഡ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ആർട്ടിസ്റ്റാണ്. നമ്മളെല്ലാവരും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ ചെയ്യുക, കാശുണ്ടാക്കുക, ആൻഡ് സന്തോഷമായിട്ടിരിക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഷോസ് ചെയ്യാനുള്ള ഇപ്പോൾ ഒരുപാട് ദൗത്യങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും എന്ന് കരുതുന്നു. ആൻഡ് എല്ലാ മെമ്പേഴ്സും നമ്മുടെ കൂടെ ഉണ്ട്. ആൻഡ് അപ്പൊ തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. നിങ്ങൾ വെറുതെ എന്റെ വായന ഉള്ളിൽ വാക്കുകൾ ഇടല്ലേ. പറയല്ലേ, പറയാം, പിന്നെ പറയാം. അതിൻ്റെതായ സമയം വരും, പറയും. ഉറപ്പായിട്ടും. ജസ്റ്റ് ഇപ്പോൾ 5-7 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. എങ്ങനെ എജൻഡ? നമ്മൾ അങ്ങനെ യുദ്ധത്തിലൊന്നും പോകാൻ പോകുന്നില്ലല്ലോ. എജൻഡ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എല്ലാ കാര്യങ്ങളും സോൾവ് ആയിട്ട് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. ആര് വന്നാലും ഇതിലിപ്പോൾ ദേവൻ അങ്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ദേവൻ അങ്കിൾ തന്നെയാ പറയാ. ഞാൻ വന്ന് ആരാണെങ്കിലും നമ്മളെല്ലാവരും എങ്ങനെ അമ്മേൻ്റെ മെമ്പേഴ്സിനെ എങ്ങനെ അവരെ സന്തോഷിപ്പിക്കുക, അവരെ മാസാമാസം അവരെ കൈനീട്ടം, എല്ലാം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, എത്രയോ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ബിഗ് ചാരിറ്റി. അപ്പോൾ ഒരു ചാരിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വലിയ ഡ്യൂട്ടിയാണ്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഡ്യൂട്ടിയിൽ ഇറങ്ങിയത്. Thank you so much. Thank you so much, guys. Thank you.